ഹലോ ഡിയർ ആസ്പിരൻസ്, വെൽക്കം ടു സൂപ്പർ നോട്ട്സ് പവേർഡ് ബൈ സിവിലിയൻസ്. ഈ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് സൂപ്പർ നോട്ട്സ് നൽകി വരുന്ന PYQ സെഷൻ്റെ തുടർച്ചയാണിത്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു PYQ സെഷൻ ലൈവ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോസ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയും. അപ്പം കഴിഞ്ഞ വീഡിയോസിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ട് 3 ഇക്വേഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. നാഷണൽ ഇൻകം എന്നുള്ള ചാപ്റ്ററിൽ 3 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളതാണ്. മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് മോളിൽ കാണാം. കാണാത്തവരുണ്ടെങ്കിൽ ആ ഇക്വേഷൻ പോയി കാണുക. ഇക്വേഷൻ നമ്പർ 1 മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ ആണ്. ഫാക്ടർ കോസ്റ്റ് എ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. രണ്ടാമത്തെ ഇക്വേഷൻ, ഇനി നമ്മൾ പഠിക്കാനുള്ള 2 ഇക്വേഷൻസിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഗ്രോസ് ടു നെറ്റും ഗ്രോസിൽ നിന്ന് നെറ്റിലേക്കും തിരിച്ച് നെറ്റ് ടു ഗ്രോസുമാണ്. ഇതാണ് രണ്ടാമത് നമ്മളിനി പഠിക്കേണ്ട ഇക്വേഷൻ. മൂന്നാമത് പഠിക്കേണ്ട ഇക്വേഷൻ ഡൊമസ്റ്റിക് ടു നാഷണലും അതുപോലെ തിരിച്ച് നാഷണൽ ടു ഡൊമസ്റ്റിക്കും. മാർക്കറ്റ് പ്രൈസിൻ്റെ പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഗ്രോസ് ടു നെറ്റും ഡൊമസ്റ്റിക് ടു നാഷണൽ ആൻഡ് വൈസ് വേഴ്സയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് രണ്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. ഇതെന്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ നാഷണൽ ഇൻകം എന്നുള്ള ചാപ്റ്ററിൽ ഡിഫറെൻ്റ് എക്സ്പ്രഷൻസ് ഓഫ് നാഷണൽ ഇൻകം, നാഷണൽ ഇൻകം ഏതൊക്കെ തരത്തിലാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്, നാഷണൽ ഇൻകത്തിൻ്റെ ഡിഫറെൻ്റ് എക്സ്പ്രഷൻസ് പഠിക്കാനുണ്ട്. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് ടു നാഷണലും അത് തിരിച്ച് നാഷണൽ ടു ഡൊമസ്റ്റിക്കും അതുപോലെ ഗ്രോസ് ടു നെറ്റും നെറ്റ് ടു ഗ്രോസും പഠിക്കുന്നത്. ആ ഡിഫറെൻ്റ് എക്സ്പ്രഷൻസ് ആണ് GDP, GNP, NNP, NDP, NNP. ഇത് പലർക്കും കേട്ടറിവുള്ള കാര്യമായിരിക്കും, ചിലർക്ക് ധാരണയുണ്ടായിരിക്കും. അപ്പം ഇത് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കേരള PSC ഡിഗ്രി ലെവലിലും മെയിൻസ് ലെവലിലും ചോദിച്ചിട്ടുള്ള, മെയിൻസ് ലെവലിൽ അധികമില്ല, ഡിഗ്രി പ്രിലിംസ് ലെവലിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ സാധിക്കും. അതൊന്ന് ഇപ്പോൾ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. ഇതുവരെ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഈ വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ആ ക്വസ്റ്റ്യൻസ് എൻ്റെ ഒപ്പം സോൾവ് ചെയ്തു പോകും. ആദ്യം നിങ്ങൾക്ക് ആ പോർഷനിൽ ട്രെയിനിങ് തരും, അതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒന്നും കാണാതെ പഠിക്കേണ്ട, ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട, വളരെ കൺസെപ്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് GDP, GNP, NNP, NDP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ എന്താണ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ആദ്യം പറയുന്ന ഒരു മറുപടിയാണ്, നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നാഷണൽ ഇൻകം GDP ആണെന്ന് പറയും. അപ്പം GDP മാത്രമാണോ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? അല്ല, ഇതെല്ലാം നാഷണൽ ഇൻകത്തിൻ്റെ എക്സ്പ്രഷൻസ് തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ റെൻഡേർഡ് ഇൻ ആൻ എക്കണോമി എന്ന് തന്നെയാണ്. GDPയുടെ ഡെഫിനിഷനും മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. GNPയുടെ ഡെഫിനിഷനും മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. NDPയുടേതും അത് തന്നെ, NNPയുടേതും അത് തന്നെ. അപ്പോൾ ദേ ആർ ബേസിക്കലി ദ സെയിം ഓൺലി. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ശൈലി വെച്ചിട്ട് പറയാം, ഇതെല്ലാം ഒരു അമ്മ പെറ്റ മക്കളാണ്. GDPയും GNPയും NDPയും NNPയും. പിന്നെ ഹൗ ഡു ദേ ഡിഫർ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇവ തമ്മിൽ വളരെ സട്ടിലായിട്ടുള്ള ഡിഫറൻസസ് ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ആരുൽപാദിപ്പിച്ചു, എവിടെ ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കണക്കിലെടുത്തോ, ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടുമ്പോൾ ചിലത് GDPയിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കും, ചിലത് GNP ആയിരിക്കും, ചിലത് NDP ആയിരിക്കും, ചിലത് NNP ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോന്നും 1 by 1 നോക്കിയിട്ട് നമ്മുടെ ആ ശിഷ്ടം 2 ഇക്വേഷൻസ് പഠിക്കാം. എല്ലാവരും സെറ്റല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, പേ കംപ്ലീറ്റ് അറ്റൻഷൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോടൊപ്പം തന്നെ മനസ്സിലാക്കി നോട്ട് എഴുതി പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ ഇതൊരു ക്ലാസ് കം PYQ സോൾവിംഗ് സെഷൻ എന്ന് തന്നെ നമുക്ക് എന്നെ ചുരുക്കി പറയാം. ക്ലാസ്സിൻ്റെ ദൈർഘ്യം ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും, പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ കോസ്റ്റ് ടു ബെനിഫിറ്റ് റേഷ്യോ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് വഴി വളരെ കൂടുതലാണ്. ദിസ് ക്ലാസ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ യു ടു സോൾവ് എനി പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആസ്ഡ് ഫ്രം ദിസ് ടോപ്പിക്. അത് ഏത് എക്സാം ആണെങ്കിലും, ഈവൻ KS എക്സാം ആണെങ്കിലും ശരി. അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് GDP ആണ്. എന്താണ് GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ, GDPയുടെ അബ്രിവേഷൻ എന്താ? അത് തന്നെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. GDP താഴെ തന്നിട്ടുള്ളതിൽ GDPയുടെ എക്സ്പ്രഷൻ എന്താണ്? GDP മീൻസ് വാട്ട്? GDP ഇംപ്ലൈസ് വാട്ട്? എന്താണ് GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ? GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ
GDP എക്സ്പാൻഷൻ പലർക്കും അറിയാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇവിടെ ദ വേർഡ് യു ഹാവ് ടു ക്യാച്ച്, ദ ഫസ്റ്റ് വേർഡ് യു നീഡ് ടു ക്യാച്ച് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എന്നുള്ള വേർഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡൊമസ്റ്റിക് മീൻസ് വാട്ട്? ഡൊമസ്റ്റിക് മീൻസ് ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രി. ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രി. ഡൊമസ്റ്റിക്കിന്റെ അർത്ഥം എന്താണ്? ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയുടെ GDP അല്ലെ ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ജോഗ്രഫിക്കൽ ബൗണ്ടറി എന്തിൻ്റെ ആയിരിക്കും? ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി ആയിരിക്കണം. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി ആയിരിക്കണം. ഇതാണല്ലോ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി അല്ലേ? ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി എന്ന് പറയുമ്പം ഇന്ത്യയുടെ ഈ മെയിൻലാൻഡിന് പുറമെ ഇന്ത്യക്ക് ഇവിടെ ഐലൻഡ് ടെറിട്ടറീസും ഉണ്ട്. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡിയിങ്, നമ്മുടെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ മെയിൻലാൻഡ് മാത്രം തൽക്കാലം നിങ്ങളൊന്ന് പരിഗണിക്കുക. ഐലൻഡ് ടെറിട്ടറീസും എന്തിൻ്റെ ഭാഗം തന്നെയാണ്? ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മളെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി തൽക്കാലം നമ്മൾ എന്തേ പരിഗണിക്കുന്നുള്ളൂ? ഈ മെയിൻലാൻഡേ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇന്ത്യൻ GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഔട്ട്ലൈൻ ചെയ്തതുപോലെ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷനാണ് ഇന്ത്യൻ GDP ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്നാണല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അല്ലേ? അങ്ങനെ ആണ് എങ്കിൽ ഇന്ത്യൻ GDPയുടെ ഭാഗമായിട്ട് വരുന്ന പ്രൊഡക്ഷൻ നടക്കുന്ന ഫേംസ് എവിടെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിലായിരിക്കും. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഞാൻ ഈ ഡോട്ട് ചെയ്യുന്നതെല്ലാം പ്രൊഡക്ഷൻ നടക്കുന്ന ഇടങ്ങളായിട്ടുള്ള ഫേംസ് ആണെന്നൊന്ന് ഇമാജിൻ ചെയ്തേ. ഫേംസ് ആർ കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഫേംസ് പ്രൊഡ്യൂസ് വാട്ട്? GDP അല്ലേ? ഫേംസ് പ്രൊഡ്യൂസ് വാട്ട്? GDP അല്ല, ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന്റെ അടിസ്ഥാനം? വെരി ഫസ്റ്റ് ഫണ്ടമെന്റൽ ക്ലാസ് ഉണ്ട്, നിങ്ങൾ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് നാഷണൽ ഇൻകം എന്നുള്ളതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. അത് PYQന്റെ ഭാഗമായിട്ടുള്ള കോൺസെപ്ച്വൽ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതും കാണുക. എന്താണ് അതിൽ പറയുന്നത്? ഒരു രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയാണ് ആ രാജ്യത്തിന്റെ വരുമാനം. അങ്ങനെയാണ് എങ്കിൽ ഒരു രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത കണക്കാക്കി വരുമാനം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപാദനം തന്നെയാണ് കണക്കാക്കേണ്ടത്. ഉൽപാദനമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സാധനങ്ങളും സേവനങ്ങളുമാണ്. അപ്പൊ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു വാട്ട്? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ നാഷണൽ ഇൻകത്തെ ശരിക്കും കണക്കെടുക്കുന്നത് എന്താണ്? തോത്, ക്വാണ്ടിറ്റിയാണ് നമ്മൾ അളക്കുന്നത്. എന്തുമാത്രം ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതിനെ നമ്മൾ പണത്തിന്റെ മൂല്യത്തിൽ പറയുന്നതാണെന്ത്? നാഷണൽ ഇൻകം. ക്വാണ്ടിറ്റി എക്സ്പ്രസ്ഡ് ഇൻ മണി ടേംസ്. അടിവരയിട്ട് പറയുന്നു, നാഷണൽ ഇൻകത്തിൽ പ്രൈസ് റിഫ്ലെക്സ് ക്വാണ്ടിറ്റി. പ്രൈസ് റിഫ്ലെക്സ് ക്വാണ്ടിറ്റി. ഇതറിയാത്തവർ എഴുതി വെക്കുക, ആ വീഡിയോ അല്ലെങ്കിൽ കാണുക. നാഷണൽ ഇൻകത്തിൽ എന്താണ് അളക്കപ്പെടുന്നത്? ക്വാണ്ടിറ്റിയാണ് അളക്കപ്പെടുന്നത്. ക്വാണ്ടിറ്റി അളന്ന് നമ്മൾ എന്ത് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നു? മണി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി അളന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? തക്കാളി എന്തിനാ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്? തക്കാളി നമ്മൾ കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. എണ്ണ നമ്മൾ എന്തിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്? ലിറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത് അല്ലേ? ഇവിടെയും ഇതുപോലെ ഭൗതികമായിട്ടുള്ള ഉൽപാദനം തന്നെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലല്ല? കിലോഗ്രാമിലോ ലിറ്ററിലോ മീറ്ററിലോ സമയത്തിലോ ഒന്നുമല്ല, മറിച്ച് എന്തിലാണ്? പ്രൈസ് വാല്യൂവിലാണ് മോണിറ്റർ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിന്റെ ഫണ്ടമെന്റൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കൺസെപ്റ്റ് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫേം ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിലുണ്ടല്ലോ. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ തോത് മണി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണല്ലോ GDP അല്ലേ? ഈ ഒരു ഫേം ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂവിനെ വിളിക്കുന്ന പേര് ഫാക്ടർ കോസ്റ്റ് എന്നല്ലേ? ഫാക്ടർ കോസ്റ്റ് എന്നല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫാക്ടർ കോസ്റ്റ്. എന്താണ് ഫാക്ടർ കോസ്റ്റ്? ഉൽപാദനത്തിന്റെ പിന്നിലെ ഘടകങ്ങൾ ഉൽപാദനത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് ഫാക്ടർ കോസ്റ്റിൽ വരുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഏതൊക്കെയാണ്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്. ഒരു കുടയുടെ വില 550 രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിന് ഒരു 100 രൂപ, അതാണ് റെന്റ് എന്ന് പറയുന്ന ഫാക്ടർ ഇൻകം. ലേബറിന് ഒരു 100 രൂപ, അതാണ് സാലറി അല്ലെങ്കിൽ വേജ് എന്ന് പറയുന്ന ഫാക്ടർ ഇൻകം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന 100 രൂപ, അതായത് ഒരു 100 രൂപയാണെന്ന് കരുതുക, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന റിവാർഡ് അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം. ഓണ്ടർപ്രണർ എടുക്കുന്നതാണ് പ്രോഫിറ്റ്, ഇവിടെ അത് 250 രൂപയാണ്. സോ ദാറ്റ് ഈസ് ദ ഫാക്ടർ ഇൻകം. അപ്പം ഈ സെല്ലിംഗ് സൈഡിൽ നമ്മൾ അതിനെ വിൽക്കുന്ന സമയത്ത് ആ കോസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. വൺസ് ഇറ്റ് ഈസ് സോൾഡ് അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഫാക്ടർ ഇൻകം എന്ന് വിളിക്കുന്നു. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ഫാക്ടർ ഇൻകം ജനറേറ്റഡ് അല്ലേ? അപ്പം GDP നമുക്ക് എന്തെന്ന് പറയാം? ഫാക്ടർ ഇൻകം ജനറേറ്റഡ് വിത്തിൻ ദ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് ഇന്ത്യ. എന്താണ്? ഫാക്ടർ ഇൻകം ജനറേറ്റ്. കാരണം ഫാക്ടർ ഇൻകം അക്കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടഡ് ആവുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ് അക്കൗണ്ടഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഉദാഹരണം പറഞ്ഞത്. അപ്പം GDP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫാക്ടർ ഇൻകം ജനറേറ്റഡ് വെൽ വിത്തിൻ ദ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് ഇന്ത്യ ആണെന്ന് ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓൺട്രപ്രണർഷിപ്പായിട്ടും ഉൽപ്പാദനത്തിൽ പങ്കെടുക്കുന്നത് വഴി ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നത് വഴി പ്രൊഡക്റ്റീവ് ഇൻകം നേടുന്നത് വഴി ഇന്ത്യക്കുള്ളിൽ അത്തരത്തിൽ ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓൺട്രപ്രണർഷിപ്പായിട്ടും പ്രൊഡക്റ്റീവ് ഇൻകം റെൻ്റായിട്ടും സാലറി ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും നേടുകയാണെങ്കിൽ അതിൻ്റെ തുകയാണെന്ത് GDP എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് അത് എവിടെ ആയിരിക്കണം നടക്കേണ്ടത്? ആ പ്രൊഡക്ഷൻ എല്ലാം ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിലായിരിക്കണം. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിലാണോ അത് ഇന്ത്യൻ GDP ആണ്. അപ്പോൾ GDPയുടെ കേസിൽ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? GDPയുടെ കേസിൽ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ആരുൽപ്പാദിപ്പിച്ചു എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല, എവിടാണ് ഉൽപ്പാദനം നടക്കുന്നത് എന്നുള്ളതിനാണ് പ്രസക്തി. ഉദാഹരണത്തിന് ഇന്ത്യക്കുള്ളിൽ ആർക്കൊക്കെ ഈ പ്രൊഡക്ഷനിൽ പങ്കെടുക്കാം? ഇന്ത്യക്കാർക്കും പങ്കെടുക്കാം. നമ്മുടെ 1991 റിഫോംസിന് ശേഷം ഉദാരവൽക്കരണത്തിനും ഈ ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിനും ഒക്കെ ശേഷം ധാരാളമായിട്ട് വിദേശികളും വന്ന് ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓൺട്രപ്രണർഷിപ്പായിട്ടും ഇന്ത്യയിൽ ഫേംസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരും ഇന്ത്യക്കുള്ളിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഫാക്ടർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫാക്ടർ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരുടെ മാത്രം ഫാക്ടർ ഇൻകം ആണോ? ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇന്ത്യക്കാരുടേതും വരും വിദേശികളുടേതും വരും. പക്ഷേ ആര് ജനറേറ്റ് ചെയ്ത ഫാക്ടർ ഇൻകം ആണെന്നുള്ളതിന് എവിടെ പ്രസക്തി ഇല്ല? GDPയിൽ പ്രസക്തി ഇല്ല. എന്തിനേ ഉള്ളൂ പ്രസക്തി? ഇന്ത്യക്കുള്ളിലാണോ അത് ഇന്ത്യൻ GDP ആണ്. ഓക്കെ, ഞാൻ ഇത്രയും പെയിൻഫുൾ ആയിട്ട് ഇത് പറയുന്നതിന്റെ കാരണം ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. ഫോർ GDP, who produces doesn't matter. Who produces doesn't matter. What matters? Where the production is taking place. If it is taking place well within the geographical boundary of India, then it is Indian GDP. ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇന്ത്യൻ GDP എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ ഇന്ത്യക്കാരുടെ വരുമാനമാണോ? ഇന്ത്യൻ GDP എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ ഇന്ത്യക്കാരുടെ വരുമാനമാണോ? ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഇന്ത്യൻ GDP എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ ഇന്ത്യക്കാരുടെ വരുമാനമാണോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല എന്ന് പറയേണ്ടി വരും. അല്ല എന്ന് പറയേണ്ടി വരും. രണ്ട് കാരണങ്ങൾ കൊണ്ട് അല്ല എന്ന് പറയേണ്ടി വരും. ഏതൊക്കെയാണ് ആ രണ്ട് കാരണങ്ങൾ? ഒന്ന് ഇന്ത്യൻ GDPയിൽ വിദേശികളുടെ വരുമാനം ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? കാരണം ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഉൽപ്പാദനത്തിൽ പങ്കെടുക്കുന്നത് വഴി ഇന്ത്യൻ GDP ഇൻക്ലൂഡ്സ് ഫോറിൻ ഇൻകം. വിദേശികളുടെ വരുമാനം ഇന്ത്യൻ GDPയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസ്, നിങ്ങൾ ഈ ഫിഗർ തന്നെ ശ്രദ്ധിച്ചേ. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് വെളിയിലല്ലേ സൗദി അറേബ്യ? സൗദി അറേബ്യയിൽ ധാരാളം ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നില്ലേ? ഇന്ത്യൻ നാഷണൽസ് വർക്ക് ചെയ്യുന്നില്ലേ? സൗദി അറേബ്യയിൽ ധാരാളം ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നില്ലേ? ശ്രദ്ധിച്ചേ, അവിടെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യൻ GDPയുടെ ഭാഗമാണോ? ഇന്ത്യൻ GDPയുടെ ഭാഗമാണോ? സൗദി അറേബ്യയിലും ഈ പറയുന്നത് പോലെ ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓൺട്രപ്രണർഷിപ്പായിട്ട് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് റെൻ്റായിട്ടും സാലറി ആയിട്ടും റെൻ്റായിട്ടും വേജായിട്ടും ഈ പറയുന്ന ഇൻട്രസ്റ്റ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും ഒക്കെ അവർ ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ സാലറി അല്ലെങ്കിൽ റെന്റ് അവർ എടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ അത് ഇന്ത്യൻ GDPയുടെ ഭാഗമാണോ? ഇന്ത്യക്കാരാണെന്ന് കരുതി ഇന്ത്യൻ GDPയുടെ ഭാഗമാണോ? അല്ല, അത് സൗദി അറേബ്യൻ GDPയുടെ ഭാഗമാണ്. കാരണം ദേ ആർ വെൽ വിത്തിൻ ദ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് സൗദി അറേബ്യ. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് അല്ലേ? അവർ സൗദിയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിലാണ്. സിമിലർലി ഇതാണല്ലോ യു എയിലും ധാരാളം ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ ഇന്ത്യക്കാരുടെ വരുമാനം ഇന്ത്യൻ GDPയുടെ ഭാഗമാണോ? സൗദിയിലോ UAEയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരുടെ വരുമാനം ഇന്ത്യൻ GDPയുടെ ഭാഗമാണോ? അല്ല, അതെല്ലാം സൗദി GDPയുടെയും UAE GDPയുടെയും ഭാഗമാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പം നമ്മൾ ജസ്റ്റ് മിഡിൽ ഈസ്റ്റ് എടുത്തതേ ഉള്ളൂ, നമുക്കറിയാം ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കൻ കോണ്ടിനെൻസിലും സൗത്ത് ഈസ്റ്റിലും ജപ്പാനിലും ഒക്കെ ഓസ്ട്രേലിയയിലും ഒക്കെ എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്, ഫാക്ടർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്തിൻ്റെ ഭാഗമല്ല? ഇന്ത്യൻ GDPയുടെ ഭാഗമല്ല. ഇതാണ് GDP എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ ഇന്ത്യക്കാരുടെ വരുമാനമല്ല എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം. അപ്പം രണ്ടാമത്തെ കാരണം എന്തെഴുതാം? ഫാക്ടർ ഇൻകം ജനറേറ്റഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽസ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഫാക്ടർ ഇൻകം ജനറേറ്റഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽസ് ഔട്ട്സൈഡ് ദ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് ഇന്ത്യ എന്തിൻ്റെ ഭാഗമല്ല? ഇന്ത്യൻ GDPയുടെ ഭാഗമല്ല. സോ ഇന്ത്യൻ നാഷണൽസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്തിൽ പെട്ടിട്ടില്ല? ഇന്ത്യൻ നാഷണൽസ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് നോട്ട് പാർട്ട് ഓഫ് ഇന്ത്യൻ GDP. നോട്ട് പാർട്ട് ഓഫ്
ഇന്ത്യൻ GDP. ഓക്കെ, അപ്പം ശരിയായ അർത്ഥത്തിൽ ഇന്ത്യക്കാരുടെ വരുമാനം എന്ന് പറയുന്നത് എന്തല്ല, GDP അല്ല എന്ന് പറയേണ്ടി വരും. 2 കാരണം കൊണ്ട്. ഒന്ന്, വിദേശികളുടെ വരുമാനം അവർ ഇന്ത്യക്കുള്ളിൽ ജോലി ചെയ്ത് ഫാക്ടർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2, ഇന്ത്യയുടെ വെളിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ വരുമാനം ഈ GDP-യിൽ ഉൾപ്പെട്ടിട്ടുമില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇന്ത്യക്കാരുടെ വരുമാനം കണ്ടുപിടിക്കാം? ഓക്കെ, ശ്രദ്ധിച്ചേ. ഇന്ത്യക്കാരുടെ വരുമാനം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ GDP-യിലെ ഈ D ഉണ്ടല്ലോ, D മാറിയിട്ട് N ആവണം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടണം? GNP കിട്ടണം. GDP ഓൾറെഡി മനസ്സിലായതാണല്ലോ. എന്താണ്? ആര് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. ഇന്ത്യക്കുള്ളിലാണോ ഇന്ത്യൻ GDP. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോഴാണ് ഇന്ത്യൻ GDP എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിക്കും GDP-യുടെയും GNP-യുടെയും ഒക്കെ ഇക്വേഷൻ നാഷണൽസ് എന്നും ഫോറിനേഴ്സ് എന്നുള്ള ടേംസിലാണ് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ GNP-യുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് GDP-യിൽ നിന്ന് തന്നെ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. GDP-യിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഇന്ത്യക്കാരുടെ വരുമാനം, ഇന്ത്യയുടെ വെളിയിലുള്ള ഇന്ത്യക്കാരുടെ വരുമാനം GDP-യുടെ കൂടെ കൂട്ടുക. കാരണം GNP എന്താണ്? ഇന്ത്യക്കാരുടെ മാത്രം വരുമാനമാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ GDP-യിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ വരുമാനം ഞാൻ കൂട്ടുക. അങ്ങനെ കൂട്ടുന്ന വരുമാനത്തെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. എന്തെന്ന് വിളിക്കുകയാണ്? എക്സ് എന്ന് വിളിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരല്ലാത്ത വിദേശികളുടെ വരുമാനം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ അതൊരു മൈനസ് അല്ലേ? ആ കുറയ്ക്കുന്നതിനെ ഞാൻ എം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ ഇക്വേഷൻ കിട്ടി? നിങ്ങൾക്ക് GNP-യുടെ ഇക്വേഷൻ കിട്ടി. സിംപ്ലി കൺസെപ്ച്വലി കിട്ടി. എന്താണ്? GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് എക്സ് മൈനസ് എം. അപ്പോൾ എക്സ് എന്താണ്, എം എന്താണെന്ന് അങ്ങ് എഴുതിയാൽ മതി. എക്സ് എന്താണ്? എക്സ് എഴുതുക, ഫാക്ടർ ഇൻകം ജനറേറ്റഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽസ് outside the geographical boundary of India. Outside the geographical boundary of India. ഇതാണ് എക്സ്. എം എന്താണ്? ഫാക്ടർ ഇൻകം ജനറേറ്റഡ് ബൈ ദ foreign nationals well within the geographical boundary of India. Well within the geographical boundary of India. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? GNP-യുടെ ഇക്വേഷൻ കിട്ടി. നമുക്ക് എന്ത് കിട്ടി? GNP-യുടെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഞാനൊന്ന് മാറിത്തരാം, കാണാത്തവർ കണ്ടോളൂ. ഓക്കെ, ഇതാണ് എക്സും എമ്മും. GNP-യുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് എക്സ് മൈനസ് എം. എക്സ് എന്താണ്, എം എന്താണെന്ന് എഴുതി. ഇനി ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് GNP-യുടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന, ഞാൻ പറഞ്ഞില്ലേ 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ടെന്ന്. ഒരെണ്ണം മാർക്കറ്റ് പ്രൈസ് ആണ്, രണ്ടാമത്തെ ഇക്വേഷനാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഡൊമസ്റ്റിക് ടു നാഷണലും നാഷണൽ ടു ഡൊമസ്റ്റിക്കും എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചേ. എന്താണ് GNP-യുടെ ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ? GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് എക്സ് മൈനസ് എം അല്ലേ? ഇവിടെ എത്ര ടേംസ് ഉണ്ട്? മാത്തമെറ്റിക്കലി ചിന്തിക്കുകയാണെങ്കിൽ എത്ര ടേംസ് വന്നിട്ടുണ്ട്? ടേംസ് എന്താണേ? നമ്മുടെ അഡീഷൻ അല്ലെ സബ്ട്രാക്ഷൻ്റെ ഇടതും വലതും കിടക്കുന്ന, പ്ലസ് അല്ലെങ്കിൽ മൈനസ് അതിൻ്റെ ഇടതും വലതും വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ടേംസ് എന്ന് മാത്സിൽ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ടേംസ് ഉണ്ട്. 1, 2, 3. ഓക്കെ, ഇവിടെ ഞാൻ ഈ സൈൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബ്രാക്കറ്റ് വെച്ച് സൈൻ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ, ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ സൈനേജിൽ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. എക്സ് മൈനസ് എം എന്നാവും. ഇതാ നോക്കൂ, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് തന്നെ, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് തന്നെ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് തന്നെ. സൈനേജ് മാറ്റമില്ല, പക്ഷേ ടേംസിൻ്റെ എണ്ണം 2 ആയി. നേരത്തെ 3 ആയിരുന്നത് ഇപ്പോൾ 2 ടേംസ് ആയി. എക്സ് മൈനസ് എം ഒരു സിംഗിൾ ടേം ആയി. ഈ എക്സ് മൈനസ് എമ്മിനെ വിളിക്കുന്ന പേരാണ്, വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോണം, നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമാണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എക്സ് മൈനസ് എം എന്നുള്ള ആ ഒറ്റ ടേമിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് PYQ സെഷനായിട്ട് ക്ലാസ് എടുപ്പല്ലേ നടക്കുന്നതെന്ന്. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ച് ചെയ്യുന്നതും അതിൻ്റെ വഴി മനസ്സിലാക്കി കൺസെപ്ച്വലി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
പേഷ്യൻസ് ഗെറ്റ്സ് റിവാർഡഡ്. ഓക്കെ, ഐ റിപ്പീറ്റ്, പേഷ്യൻസ് ഗെറ്റ്സ് റിവാർഡഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ ഈ ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കത് മനസ്സിലാവും, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് നേരെ ജമ്പ് ചെയ്ത് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നില്ല. നമുക്ക് ആദ്യമേ കണ്ടന്റ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ X-M വിളിക്കുന്ന പേരാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ ഇക്വേഷൻ മാറി. GNPയുടെ ഇക്വേഷൻ എന്താണ്? GNPയുടെ ഇക്വേഷൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, സോ ഇത് നിങ്ങളൊരു ബോക്സിലാക്കി ഇടുക. ഇതൊരു ബോക്സിലാക്കി ഇടുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ടേമിനെ എന്തുകൊണ്ടാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വിളിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതൊരു നെറ്റ് ഓപ്പറേഷൻ ആണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇതൊരു നെറ്റ് ഓപ്പറേഷൻ. എന്താണ് നെറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? നെറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻസ് എക്കണോമിക്സിൽ ഉൾപ്പെടെ നിങ്ങൾ ഗ്രോസ് എന്ന് നെറ്റ് എന്നുള്ള വാല്യൂസ് കാണും. ഗ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു ഫസ്റ്റ് ഒബ്സർവ്ഡ് ആയിട്ടുള്ള, ഫസ്റ്റ് ഒബ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടങ്കൽ വാല്യൂ ആണ് ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോസ് വാല്യൂവിനെ ഫർദർ മാത്തമെറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് കൂട്ടാനുള്ളതൊക്കെ കൂട്ടി കുറയ്ക്കാനുള്ളതൊക്കെ കുറച്ച ശേഷം കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് വാല്യൂ. ഇവിടെയും അത്തരത്തിലൊരു നെറ്റ് ഓപ്പറേഷൻ നടന്നിട്ടില്ലേ? രണ്ട് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്തിട്ടില്ലേ? എന്തൊക്കെയാണ് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്? രണ്ടും ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലേ? രണ്ടും ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാര് വിദേശത്ത് പോയി ജനറേറ്റ് ചെയ്യുന്ന വിദേശത്തു നിന്നുള്ള വരുമാനം എന്നുള്ള നിലയ്ക്ക് അതൊരു ഫോറിൻ ഇൻകം അല്ലേ? ഇന്ത്യക്കാരാണ് ജനറേറ്റ് ചെയ്യുന്നത്, പക്ഷെ വിദേശത്തല്ലേ ജനറേറ്റ് ചെയ്യുന്നത്. ആ നിലയ്ക്ക് അതൊരു ഫോറിൻ ഇൻകം അല്ലേ? ആണ്. സോ എക്സ് ഒരു ഫോറിൻ ഇൻകം ആണ്. ആ നിലയ്ക്ക് അത് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ്. ഇനി എം എന്താണ്? വിദേശികൾ ഇന്ത്യയിൽ വന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇൻകം ആണ് എം. അതും ഒരു വിദേശ വരുമാനമല്ലേ? എന്തുകൊണ്ടാണ്? ഇന്ത്യയിലാണെങ്കിൽ പോലും വിദേശികളല്ലേ ആ ഫാക്ടർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതും ഒരു വിദേശ വരുമാനമാണ്. അപ്പൊ രണ്ടും വിദേശ വരുമാനങ്ങളാണ്. ഒന്ന് മാൻ പവർ കൊണ്ടുള്ള വിദേശ വരുമാനമാണ് എങ്കിൽ രണ്ട് ഈ പറയുന്നത് പോലെ പ്ലേസ് കൊണ്ടുള്ള വിദേശ വരുമാനമാണ്. ഇന്ത്യക്കാർ വിദേശത്ത് പോകുമ്പോൾ വിദേശത്ത് നിന്ന് കിട്ടുന്ന വരുമാനം എന്നുള്ള നിലയ്ക്ക് അത് വിദേശ വരുമാനം. സ്ഥലം കാരണം കിട്ടുന്ന വിദേശ വരുമാനം. രണ്ട് വിദേശികളായിട്ടുള്ള ഒരു ഇന്ത്യയിൽ വന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇൻകം എന്നുള്ള നിലയ്ക്ക് എമ്മും ഒരു വിദേശ വരുമാനമാണ്. ഈ രണ്ട് ഫാക്ടർ ഇൻകത്തിന്റെ നെറ്റ് ഓപ്പറേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് X-M നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള നാഷണൽ ഇൻകമേ ഉള്ളൂ. രണ്ട് തരത്തിലുള്ള നാഷണൽ ഇൻകമേ ഉള്ളൂ. രണ്ട് ടൈപ്പ് ഓഫ് നാഷണൽ ഇൻകമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഉൽപാദനം നടക്കുന്ന ഇടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, പ്ലേസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, ഉൽപാദനം നടക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഡൊമസ്റ്റിക് നാഷണൽ ഇൻകവും. രണ്ട്, ഉൽപാദനത്തിൻ്റെ പിന്നിലെ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നാഷണൽസ് അല്ലെങ്കിൽ സിറ്റിസൺസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നാഷണൽ ഇൻകവും. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള നാഷണൽ ഇൻകമേ ഉള്ളൂ. ഡൊമസ്റ്റിക് നാഷണൽ ഇൻകം, ഉൽപാദനം നടക്കുന്ന ഇടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഡൊമസ്റ്റിക് നാഷണൽ ഇൻകവും, ഉൽപാദനത്തിൻ്റെ പിന്നിൽ പൗരന്മാരാണ് എങ്കിൽ ആ പൗരന്മാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നാഷണൽ ഇൻകവും. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നാഷണൽ ഇൻകത്തിൻ്റെയും രണ്ട് വേരിയൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് നാഷണൽ ഇൻകത്തിൻ്റെയും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഗ്രോസ് വേരിയൻറ്റും പഠിക്കണം, നെറ്റ് വേരിയൻറ്റും പഠിക്കണം. നമ്മൾ ആദ്യം തുടങ്ങിയ എന്തിൽ മാത്രമാണെന്നേ ഉള്ളൂ? ഗ്രോസ് വേരിയൻസ് ആണ്. അതാണ് GDPയും GNPയും. ഇത് രണ്ടും നാഷണൽ ഇൻകത്തിൻ്റെ ഗ്രോസ് വേരിയൻസ് ആണ്. ഉൽപാദനം നടക്കുന്ന ഇടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള GDP, ഉൽപാദനത്തിൻ്റെ പിന്നിൽ ഇന്ത്യക്കാരാണ് ഒന്ന് ഉറപ്പുവരുത്തുന്ന GNP, നാഷണൽസിന് പ്രാധാന്യം നൽകുന്ന അല്ലെ സിറ്റിസൺസിന് പ്രാധാന്യം നൽകുന്ന GNP. അപ്പോൾ രണ്ട് തരത്തിലുള്ള നാഷണൽ ഇൻകം, അതിൻ്റെ ഗ്രോസ് വേരിയൻറ്റും അതിൻ്റെ നെറ്റ് വേരിയൻറ്റും. അപ്പോൾ ഇതിൻ്റെ നെറ്റ് വേരിയൻസ് എന്തൊക്കെയായിരിക്കും? ഇവിടെ ഉൽപാദനം നൽകുന്ന ഇടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നെറ്റ് നാഷണൽ ഇൻകം ആണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്ലേസ്. ഉൽപാദനത്തിൻ്റെ പിന്നിൽ ഇന്ത്യക്കാരാണ് എങ്കിൽ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നാഷണൽ ഇൻകം ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് സിറ്റിസൺസ് അല്ലെ നാഷണൽസ്. ഓക്കെ, അപ്പം ഇതാണ് നാല് ഐഡൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്ന GDPയും GNPയും NDPയും NNPയും ബേസിക്കലി രണ്ടെണ്ണമാണ്. മനസ്സിലായില്ലേ? ഏതൊക്കെയാണ്? നോക്കൂ, ഇത് രണ്ടും ഗ്രോസ് ആണെങ്കിൽ ഇത് രണ്ടും നെറ്റാണ്. ഒരെണ്ണം ഇടത്തിന് പ്രാധാന്യം നൽകുന്നു, ഒരെണ്ണം ആരുൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യം നൽകുന്നു. ഇവിടെ അത് തന്നെ. ഓക്കെ, അപ്പോൾ രണ്ട് സെറ്റ് നാഷണൽ ഇൻകം ഉള്ളൂ. ഏതൊക്കെയാണ്? ഡൊമസ്റ്റിക് നാഷണൽ ഇൻകവും നാഷണൽ ഇൻകവും, പിന്നെ അതിൻ്റെ ഗ്രോസ് വേരിയൻസും നെറ്റ് വേരിയൻസും. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസും നെറ്റുമാണ് അടുത്ത നിങ്ങൾ പഠിക്കേണ്ട ഒരു കൺവേർഷൻ അല്ലെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ ഗ്രോസിൽ നിന്ന്
നെറ്റ് കണ്ടെത്താം. അതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്ത് തരാം. അതർവൈസ് നിങ്ങൾ ആ ഒരു കൺവേർഷൻ, ആ ഒരു ഇക്വേഷൻ, അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഗ്രോസിൽ നിന്ന് നെറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നെറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു, ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നെറ്റ് വാല്യൂ കിട്ടും. ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നെറ്റ് വാല്യൂ കിട്ടും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് NDP കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോസ് കൗണ്ടർ പാർട്ടായിട്ടുള്ള GDP നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. GDP നിന്ന് കുറച്ചാൽ മതി, ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി അല്ലേ? ഇനി നിങ്ങൾക്ക് NNP കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് കൗണ്ടർ പാർട്ടായിട്ടുള്ള അതിൻ്റെ ഗ്രോസ് കൗണ്ടർ പാർട്ടായിട്ടുള്ള GNP നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ആ അബ്രിവേഷനിൽ 3 സ്ലോട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാ? 1, 2, 3. GDP, GNP, NDP, NNP. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഈ P റിമെയിൻസ് ദ സെയിം. ഈ മൂന്നാമത്തെ സംഗതിയെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ബോദർ ചെയ്യേണ്ട. തേർഡ് പൊസിഷനെ പറ്റി നിങ്ങളൊന്നും ബോദർ ചെയ്യേണ്ട. അത് എല്ലാ കേസിലും P തന്നെയാണ്. പ്രോഡക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ P ആണ്. രണ്ടാമത്തെ സ്ലോട്ടിലാണ് ഡൊമസ്റ്റിക് ആണോ നാഷണൽ ആണോ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. നാഷണലിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഇപ്പം അങ്ങനെ പറയാലോ, നാഷണലിൻ്റെ ഇക്വേഷൻ ഡൊമസ്റ്റിക് പ്ലസ് NFIAD ആണ്. നമുക്കതെങ്ങനെ ഡെറൈവ് ചെയ്തതെന്ന് നിങ്ങൾ നേരത്തെ ഓർക്കുന്നുണ്ടായിരിക്കും. GDP ടേംസിലാണ് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ GNP ടേംസിലാണ് പറഞ്ഞതേ ഉള്ളതേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ബേസിക് ഇക്വേഷൻ എന്താണ്? നാഷണൽ ഈസ് ഈക്വൽ ടു ഡൊമസ്റ്റിക് പ്ലസ് NFIAD അല്ലേ? ഇതാണ് രണ്ടാമത്തെ സ്ലോട്ടിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ. മൂന്നാമത്തെ സ്ലോട്ടാണിത്. അതെന്താണ്? നിങ്ങൾക്ക് നെറ്റ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രോസ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട 2 സെറ്റ് ഇക്വേഷൻസ് കിട്ടി. ആ ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാവുള്ളൂ. അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, ഏതൊക്കെയാണ്? ആദ്യമേ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നമ്മൾ GDP എന്താണെന്ന് പഠിച്ചു. GDP എന്താണ്? ഉൽപാദനം നടക്കുന്ന ഇടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഗ്രോസ് നാഷണൽ ഇൻകം ആണ്. D സ്റ്റാൻഡ്സ് ഫോർ ഡൊമസ്റ്റിക് ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രി ആണ്. ആ നിലയ്ക്ക് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷൻ ഫാക്ടർ ഇൻകം മാത്രമേ അവിടെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആര് ഉൽപ്പാദിപ്പിച്ചാലും വേണ്ടിയില്ല, ഇന്ത്യക്കുള്ളിലാണോ ഉൽപ്പാദനം, അതാണ് GDP. രണ്ടാമത്തതാണ് GNPയുടെ ഇക്വേഷൻ എന്താണ്? GNPയുടെ ഇക്വേഷൻ GDP പ്ലസ് X മൈനസ് M ആണ്. അതിനെ മോഡിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് GDP പ്ലസ് NFIAD എന്നുള്ള ഇക്വേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? GNPയിൽ എവിടെ ഉൽപ്പാദനം നടന്നാലും വേണ്ടിയില്ല, ലോകത്ത് എവിടെ ഉൽപ്പാദിപ്പിച്ചാലും വേണ്ടിയില്ല, ഇന്ത്യക്കാരാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, അതെന്തിൻ്റെ ഭാഗമാണ്? GNPയുടെ ഭാഗമാണ്. അടുത്ത ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത്? NDPയുടെ ഇക്വേഷനിൽ നമ്മൾ എന്താ ചെയ്തത്? അതിൻ്റെ ഗ്രോസ് കൗണ്ടർ പാർട്ടായിട്ടുള്ള GDPയിൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. കാരണം നെറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? നെറ്റ് വാല്യൂവിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ എന്നാണ്. അപ്പോൾ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3, ഇക്വേഷൻ 4 ഏത് വരും ഇവിടെ? NNP ഐഡന്റിറ്റീസിൻ്റെ ഇക്വേഷനാണ് ഈ എഴുതുന്നത്. NNP കിട്ടണമെന്നുണ്ടെങ്കിൽ NNPയുടെ ഗ്രോസ് കൗണ്ടർ പാർട്ടായിട്ടുള്ള GNPയിൽ നിന്നും എന്ത് കുറയ്ക്കണം? GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. GNP മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഐഡന്റിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തെടുക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ 2 ഇക്വേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അതിൽ ആദ്യത്തെ ഇക്വേഷനാണ് നാഷണലിൻ്റെ ഇക്വേഷൻ. നാഷണലിൻ്റെ ഇക്വേഷൻ എന്താ? നാഷണലിൻ്റെ ഇക്വേഷൻ ഡൊമസ്റ്റിക് പ്ലസ് NFIAD. ഓക്കെ, നാഷണൽ ഇക്വേഷൻ ഡൊമസ്റ്റിക് പ്ലസ് NFIAD. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഡൊമസ്റ്റിക്കിൻ്റെ ഇക്വേഷൻ കണക്കാക്കിക്കൂടെ? ഡൊമസ്റ്റിക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? നാഷണൽ മൈനസ് NFIAD. ഓക്കെ, ഇതാണ് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ എണ്ണം പറഞ്ഞു പോവുകയാണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇക്വേഷൻ. ഒന്നാമത്തത് മാർക്കറ്റ് പ്രൈസ് എന്നുള്ള ഇക്വേഷനാണ്, അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സെറ്റ് ഇക്വേഷൻ ആണ് എന്ത്? നെറ്റിൻ്റെ ഇക്വേഷൻ വന്നിട്ട് ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ. അതിൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസിൻ്റെ ഇക്വേഷൻ കിട്ടും. ഗ്രോസിൻ്റെ ഇക്വേഷൻ എന്താണ്? നെറ്റ്
പ്ലസ് ഡിപ്രീസിയേഷൻ. നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. ഇനി ഒന്നാമത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഇക്വേഷൻ ഏതാ? മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ. അതേതാണ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി, അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇതിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ത് എഴുതാം? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി എന്നുള്ള ഇക്വേഷനും ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള ഇക്വേഷനും ഉണ്ട്. അപ്പം ഈ 3 സെറ്റ് ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാണാതെ പഠിക്കാനല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് ക്ലാസ് ആയിട്ട് എടുത്ത് തന്നത്. നിങ്ങൾ ഇക്വേഷൻ ഒന്ന് കാണുക. ഇക്വേഷൻ സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈ ഭാഗത്ത് ഈ 3 സെറ്റ് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഏത് ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു UPSC ക്വസ്റ്റ്യനാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻ ഒന്ന് ഫ്രീസ് ചെയ്ത ശേഷം ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിക്കുക. വിത്ത് റെഫറൻസ് ടു GNP കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. ഇതൊരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു UPSC ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ PSC ആസ്പിറൻസ് ആണോ, PSC ആസ്പിറൻസ് എന്നുള്ളതിലേക്ക് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു 10th ലെവലാണെങ്കിലും 12th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ്, അതായത് പ്രോപ്പർ ട്രെയിനിങ് ആണോ, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കൺസേൺസ് ഉണ്ടോ, നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടി നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രെയിനിങ്. പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടോ, പ്രോപ്പർ ട്രെയിനിങ്ങിന് ശേഷം ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവോ, നിങ്ങൾ സെറ്റാണ് ഏത് പരീക്ഷയ്ക്കും. അതിൻ്റെ എക്സാമ്പിളാണിത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് ചെയ്യുക. ഒരു സെക്കൻഡ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? GNP കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ നേഷൻസ് ജോഗ്രഫിക്കൽ ബൗണ്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിത്തിൻ എ നേഷൻസ് ജോഗ്രഫിക്കൽ ബൗണ്ടറി GNP ആണോ? അല്ല. അതെന്താണ്? അത് GDP NDP ആയിരിക്കും അല്ലേ? അതൊരിക്കലും എന്താവത്തില്ല, നാഷണൽ ആവത്തില്ല. അതേതാണ്? ഉൽപാദനം നടക്കുന്ന ഇടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഡൊമസ്റ്റിക് നാഷണൽ ഇൻകം ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. എപ്പോഴും ഇങ്ങനെ ABCD എന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് പറയുന്ന ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാം, 2 ശരിയാന്ന് പറയുന്ന C എലിമിനേറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ ആൻസർ ഒന്നുകിൽ B അല്ലെങ്കിൽ D ആണ്. ഒന്നുകിൽ B അല്ലെങ്കിൽ D. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ GDP എന്നാ പറയുന്നത്. അതാ നമുക്ക് ഇക്വേഷൻ എന്താ? GNPയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ എഴുതാം അല്ലേ? GNPയുടെ ഇക്വേഷൻ നമുക്കറിയാം. GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIAD ആണ് അല്ലേ? ഇവർ പറയുന്നു GNP ഓൾവേസ് ഗ്രേറ്റർ ദാൻ GDP എന്നാ പറയുന്നത്. GNP ഓൾവേസ് ഗ്രേറ്റർ ദാൻ GDP. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നമുക്കൊരു വാല്യൂ ഇട്ട് നോക്കാം. GDP 5 ആണ്. ഓക്കെ, ചുമ്മാ വാല്യൂ ഇടുവാണേ. GDP 5 ആണ്, NFIAD 2 ആണ്. അപ്പം GNP എത്ര വന്നു? 7. അപ്പം GNP ഇവിടെ ഗ്രേറ്റർ ദാൻ GDP ആണ്. ഓക്കെ, അപ്പം ഇക്വേഷൻ മാത്രം പഠിക്കുന്ന ഒരാൾ വിചാരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്. ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരാൾ എന്ത് കരുതും? ഈ ഇക്വേഷൻ ശരിയാണെന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരുത്താനോ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇക്വേഷൻ പ്രകാരം GDP പ്ലസ് NFIAD ആണ്. അതുകൊണ്ട് GNP എന്തായിരിക്കും? തന്നിരിക്കുന്ന GDP-യേക്കാളും കൂടുതലായിരിക്കും എന്ന് കരുതുന്നത് അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ഈ ഇക്വേഷനിൽ GNP എന്ന് പറയുന്ന ഇക്വേഷനിൽ GDP പ്ലസ് NFIAD എന്ന് പറയുന്നത് ഒരൊറ്റ ടേം ആണോ? NFIAD എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആണോ? അല്ലെങ്കിൽ ഈ കിടക്കുന്ന പ്ലസ് ആണോ? അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കിടക്കുന്ന പ്ലസ്സും ആവാം, ഈ കിടക്കുന്ന പ്ലസ് മൈനസും ആവാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? NFIAD. കാരണം NFIAD എന്തല്ല? ഒരു സിംഗിൾ ടേം അല്ല, മറിച്ച് NFIAD എന്താണ്? NFIAD 2 വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആണ്. X-M ആണ്. ആ നിലയ്ക്ക് ഈ പ്ലസ് എന്താണ്? ഈ പ്ലസ് ഒരു ബ്രാക്കറ്റ് ഓപ്പറേറ്റർ ആണ്. പ്ലസ് അല്ല ശരിക്കും. പ്ലസ് എന്തിനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ബ്രാക്കറ്റിനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ പ്ലസും, ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് എന്തായി മാറും? മൈനസ് ആവുകയും മാറും. X-ഉം M രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറും. ഇപ്പോൾ ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം X ഗ്രേറ്റർ ദാൻ M ആയിരിക്കും. അപ്പം X-M എന്തായിരിക്കും? X-M
പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പം GNP ഗ്രേറ്റർ ദാൻ GDP ആണ്. ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സ് ലെസ് ദാൻ എം ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് എം എന്താവും? എക്സ് മൈനസ് എം നെഗറ്റീവ് ആവും. എക്സ് മൈനസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ GNPയുടെ ഇക്വേഷൻ ചെയ്യുമ്പോൾ GDP മൈനസ് NFID എന്ന് വരും. അങ്ങനെ വരുമ്പോൾ GNP ലെസ് ദാൻ GDP വരും. ഇനി ചില കേസുകളിൽ എക്സ് ഈസിക്കൽ ടു റെയർ കേസുകളിൽ എക്സ് ഈസിക്കൽ ടു എം വരും. അപ്പോൾ എക്സ് മൈനസ് എം 0 ആവും. എക്സ് മൈനസ് എം 0 ആയിക്കഴിഞ്ഞാൽ GNP ഈസിക്കൽ ടു GDP വരാം. ഫോർ എക്സാമ്പിൾ സൗദി എന്ന് പറയുന്ന ഒരു രാജ്യം എടുക്കുക. സൗദി അറേബ്യയുടെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സൗദി പൗരന്മാരായിട്ടുള്ള ഒരു വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന വരുമാനമാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം എക്സ് എന്ന് പറയുന്ന വാല്യൂ. സൗദി എന്ന് പറയുന്ന ഒരു ഡെവലപ്ഡ് എക്കണോമി ആയതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്ന് അങ്ങനെ മൈഗ്രേഷൻ ഒന്നും നടക്കാറില്ല വിദേശത്തോട്ട്. അതുകൊണ്ട് തന്നെ സൗദിയിലെ പൗരന്മാർ വിദേശത്ത് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ ലെസ് ആയിരിക്കും. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. എന്നാൽ സൗദി ഒരു ഡെവലപ്ഡ് എക്കണോമി ആയതുകൊണ്ട് തന്നെ ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യ ഉൾപ്പെടെ, പാകിസ്ഥാൻ ഉൾപ്പെടെ, ബംഗ്ലാദേശ് ഉൾപ്പെടെ, നേപ്പാൾ ഉൾപ്പെടെ, ശ്രീലങ്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നും മൈഗ്രൻസ് എവിടെ ചെല്ലുന്നുണ്ട്? മൈഗ്രേറ്റ് ചെയ്ത് എക്സ്പാട്രിയേറ്റ് ആയിട്ട് സൗദിയിൽ പോയി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം എം എന്ന് പറയുന്ന അത് ലാർജ് ആയിരിക്കും. അപ്പോൾ സൗദിയിൽ എക്സ് മൈനസ് എം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം GNPയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP മൈനസ് NFID എന്ന് വരും. കാരണം എക്സ് മൈനസ് എം നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ അവിടെ GNP ലെസ് ദാൻ GDP ആയിരിക്കും. GNP ലെസ് ദാൻ GDP ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ തെറ്റിയില്ലേ? മനസ്സിലായില്ലേ? അതുപോലെ രാജ്യങ്ങൾ ടു രാജ്യം, കൺട്രി ടു കൺട്രി GNP GDP റിലേഷൻ മാറാം. ചില റെയർ ഒക്കേഷനിൽ എക്സും എമ്മും ഈക്വൽ ആകുമ്പോൾ എന്താവും? GNP ഈസ് ഈക്വൽ ടു GDP ആവാം. അപ്പോൾ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ GNP ഗ്രേറ്റർ ദാൻ GDP ആവാം, GNP ലെസ് ദാൻ GDP ആവാം. അറ്റ് റെയർ ഒക്കേഷൻസ് GNP ഈസ് ഈക്വൽ ടു GDP ആവാം. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണെങ്കിൽ എയും തെറ്റാണ്, ബിയും തെറ്റാണ്, സിയും തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏത് വരും? നെയ്തർ വൺ നോട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കേരള PSC ക്വസ്റ്റ്യൻസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഈ ചോദ്യം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം? കാൽക്കുലേറ്റ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എന്താണെന്ന് ആദ്യം എടുത്ത് എഴുതുക. നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയാമല്ലോ. ആ ഇക്വേഷൻസിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടേണ്ട വാല്യൂ നെറ്റ് വാല്യൂ ആണ്. നെറ്റ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യേണ്ടി വരും. അപ്പം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ എന്നൊരു സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആദ്യമേ തന്നെ അങ്ങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റെപ്സ് എന്നുള്ളത്. സ്റ്റെപ്പ് 1, കിട്ടേണ്ട വാല്യൂ നെറ്റാണ്. അപ്പം നെറ്റിൻ്റെ ഇക്വേഷൻ എഴുതി. കിട്ടേണ്ട വാല്യൂവിൻ്റെ ഇക്വേഷനെ എഴുതാവൂ. ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. കിട്ടേണ്ട വാല്യൂ നെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നെറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ. ഇനി രണ്ടാമത്തെ ടേം, കിട്ടേണ്ട വാല്യൂ നാഷണൽ ആണ്. നാഷണൽ ആണെങ്കിൽ നാഷണൽ ഇക്വേഷൻ എന്താ? ഡൊമസ്റ്റിക് പ്ലസ് NFID ആണ് ചെയ്യേണ്ടത്. ഡൊമസ്റ്റിക് പ്ലസ് NFID ആണ് ചെയ്യേണ്ടത്. ജനറൽ ഇക്വേഷൻ ആണ് എഴുതേണ്ടത് എപ്പോഴും. നാഷണൽ ഈസ് ഈക്വൽ ടു ഡൊമസ്റ്റിക് പ്ലസ് NFID. ഇനി കിട്ടേണ്ട വാല്യൂ പി നോക്കണ്ട, പി എല്ലാത്തിനും സെയിം തന്നെയാണ്. ഇനി കിട്ടേണ്ട വാല്യൂ ഫാക്ടർ കോസ്റ്റ് ആണ്. ഫാക്ടർ കോസ്റ്റിൻ്റെ 2 ഇക്വേഷൻ ഏതൊക്കെ? അതിലേത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് നോക്കണം. ഫാക്ടർ കോസ്റ്റിൻ്റെ 2 ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി എന്നൊരു ഇക്വേഷനും ഉണ്ട്. രണ്ടാമത് ആ സ്റ്റാൻഡേർഡ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതിലേത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്നുള്ളത് വാല്യൂ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം എടുത്ത് എഴുതേ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് കിട്ടേണ്ട വാല്യൂ നെറ്റാണ്, തന്നിരിക്കുന്ന വാല്യൂ നെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യണോ? തന്നിരിക്കുന്ന വാല്യൂ ഗ്രോസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നെറ്റ് കിട്ടാനുള്ള ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. തന്നിരിക്കുന്ന വാല്യൂ നെറ്റ് ആയതുകൊണ്ട് തന്നെ, തന്നിരിക്കുന്ന വാല്യൂ ഫസ്റ്റ് ടേം നെറ്റ് ആയതുകൊണ്ട് തന്നെ നെറ്റ് ആക്കണ്ട. ഗ്രോസിലാണെങ്കിൽ മാത്രം ആക്കിയാൽ മതി. പക്ഷെ നമ്മൾ ആദ്യമേ ഇക്വേഷൻ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. എന്നിട്ടാണ് തന്നിരിക്കുന്ന ആദ്യത്തെ വാല്യൂ നോക്കിയപ്പോൾ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അത് എത്ര? അത് 5000 കോടിയാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 5000 കോടി രൂപയാണ് തന്നിരിക്കുന്നത്. 5000 കോടി രൂപയാണ് തന്നിരിക്കുന്നത്. ഇങ്ങോട്ട് മാറ്റി എഴുതാം, ക്യാമറ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. വീണ്ടും പറയാണ്, തന്നിരിക്കുന്ന വാല്യൂ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. അത് 5000 കോടിയാണ്. ഇവിടെ കൺവേർഷൻ വേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂ ഗ്രോസ് ആയിരുന്നുവെങ്കിൽ നെറ്റ് ആക്കണമായിരുന്നു. ഇവിടെ നെറ്റ് ആക്കണ്ടല്ലോ.
തന്നിരിക്കുന്ന വാല്യൂ നെറ്റിൽ തന്നെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് മൈനസ് ഡിപ്രീസിയേഷൻ എന്നൊരു സ്റ്റെപ്പ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചു നോക്കേ, ഈ ക്വസ്റ്റ്യനിൽ എവിടെയും ഡിപ്രീസിയേഷൻ്റെ വാല്യൂ തന്നിട്ടുമില്ല. മനസ്സിലായില്ലേ? ഡിപ്രീസിയേഷൻ്റെ വാല്യൂ തന്നിട്ടുമില്ല. അതാണ് അതിൻ്റെ അകത്ത് ഹിൻഡ്. ഓക്കെ, ഇനി രണ്ടാമത് തന്നിരിക്കുന്ന സാധനം എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് എത്ര തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് എത്ര? രണ്ടാമത്തെ പോയിന്റ് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ആദ്യം നോക്കാം. ഒരു സെക്കൻഡ്. തന്നിരിക്കുന്ന വാല്യൂ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന വാല്യൂ നെറ്റും ആണ് നാഷണലും ആണ്. അപ്പം നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏതും ചെയ്യണ്ട, സെക്കൻഡ് സ്റ്റെപ്പും ചെയ്യണ്ട. കാരണം എന്താ സെക്കൻഡ് സ്റ്റെപ്പും ചെയ്യണ്ട എന്ന് പറയാൻ കാരണം എന്താണ്? തന്നിരിക്കുന്ന വാല്യൂ നാഷണൽ തന്നെയാണ്. മനസ്സിലായില്ലയോ? കണ്ടുപിടിക്കേണ്ടത് നാഷണലാണ്, തന്നിരിക്കുന്നത് നാഷണലാണ്. അതുകൊണ്ട് അവിടെയും സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആദ്യമേ ഇക്വേഷൻസ് എഴുതി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ തന്നിരിക്കുന്ന ഇവിടെ ഇപ്പം NNP എന്നുള്ളതിന് പകരം NDP എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടി വന്നേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ NFID വാല്യൂ ഇവർ തന്നേനെ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ ടെക്നിക്ക് എന്നുള്ളത്. അടുത്ത അപ്പം NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പം ബേസിക്കലി നമ്മളിവിടെ എന്ത് മാത്രം ചെയ്താൽ മതി? ഫാക്ടർ കോസ്റ്റിൻ്റെ ഓപ്പറേഷൻ മാത്രം ചെയ്താൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട വേരിയബിൾസ് ആണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടുണ്ട്, എത്രയാണ്? 400. സബ്സിഡി തന്നിട്ടുണ്ട്, എത്രയാണ്? സബ്സിഡി തന്നിട്ടുണ്ട് 200. ഓക്കെ, അപ്പം NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമുക്ക് എങ്ങനെ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാം? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഇക്വേഷനിൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഇവിടോട്ട് എഴുതാൽ മതി. മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി എത്രയാണ്? 200. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 5000 മൈനസ് 400 പ്ലസ് 200. 5000 നിന്ന് 400 പോകുമ്പം 4600, 200, 4800 ആൻസർ വരുന്നത്. സോ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ. 4800 കോടി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തവണ കേൾക്കുന്ന മുറയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് വീണ്ടും അത് കാണുക, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് 2022 പ്രിലിംസിൽ വെച്ചാണ്. ഇത് 2021 ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡായി കിടക്കുന്നത് കേട്ടോ. ഇത് 96/21 എന്നുള്ള ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡ്. ഇത് 2022 ഇതേ ഏരിയ എന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തിനാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആസ് സച്ച് റിപ്പീറ്റ് ചെയ്യാനല്ലടേ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നത് ആ പ്രിമൈസിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ ആസ് സച്ച് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ എന്ത് വരും? ആ കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ഇവിടുത്തെ എന്ത് കോൺസെപ്റ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് അറിയാമോ? നിങ്ങൾക്ക് ഗ്രോസ് നാഷണൽ ഇൻകം ടു നെറ്റ് നാഷണൽ ഇൻകം അറിയാമോ? നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ടു നാഷണൽ അറിയാമോ? ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇതൊന്നും നമ്മൾ ഇക്വേഷൻ വെച്ച് കാണാൻ പഠിക്കുകയല്ല, സിസ്റ്റമാറ്റിക്കലി പറഞ്ഞു തരിക ചെയ്തത്. ഇത് ആ വർഷത്തെ വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ടെക്നിക്ക് സെയിം ആണ്. ഇതിൽ ആ ടെക്നിക്ക് എല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരും. എലിമിനേറ്റ് ചെയ്ത് മാറ്റർ ഓഫ് ടൈം പെട്ടെന്ന്, അല്ലാതെ ഇത് വർക്കൗട്ട് ചെയ്ത് സോൾവ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരമണിക്കൂർ കിട്ടിയാൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എക്സാം സെറ്റിങ്ങിൽ നിങ്ങൾ എക്കണോമിക്സ് മാത്രമല്ലല്ലോ പഠിക്കേണ്ടത്, എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് ബാക്കി സബ്ജക്റ്റുകളും ഇല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എത്ര സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലോട്ടറി ചോദ്യങ്ങളാണ്. കൺസെപ്റ്റ് അറിയാവുമ്പോൾ നേരെ ആൻസറിലോട്ട് പോയി എലിമിനേറ്റ് ചെയ്ത്. അപ്പം വീണ്ടും അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്? കിട്ടേണ്ട വാല്യൂ എന്താ നോക്കൂ. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ കിട്ടേണ്ട വാല്യൂ ഗ്രോസ് ആണ് കിട്ടേണ്ടതെങ്കിൽ അവിടെ നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ എന്നൊരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. കിട്ടേണ്ട വാല്യൂ ഡൊമസ്റ്റിക് ആണെങ്കിൽ അവിടെ നാഷണൽ മൈനസ് NFID എന്നൊരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. അത് LHS to RHS ആണ്. ബേസിക് ഇക്വേഷൻ നോക്കിയാൽ ഇത് എന്തുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കിട്ടേണ്ട വാല്യൂ ഫാക്ടർ കോസ്റ്റ് ആണ് എങ്കിൽ നേരത്തെ കണ്ട പോലെ രണ്ട് ഇക്വേഷൻസ്, മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി എന്നൊരു ഇക്വേഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത്ര ഇക്വേഷൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന വാല്യൂ ഇതാ നോക്ക്, ഗ്രോസ് തന്നാണ്. കിട്ടേണ്ട വാല്യൂ ഗ്രോസ് ആണ്. അപ്പോൾ ബേസിക്കലി അവിടെ എന്ത് വേണ്ട? അവിടെ ഒരു കൺവേർഷൻ വേണ്ട. നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ഒരു കൺവേർഷൻ വേണ്ട.
പക്ഷേ ഇതാ നിങ്ങൾ നോക്കേ, ഇവിടെ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് വന്നില്ലേ? ആദ്യമേ തന്നെ നോക്ക്, ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായി മാറും? ആൻസർ നെറ്റായിട്ട് മാറും. പക്ഷെ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തിൽ തന്നെ കിടക്കുന്നത്? നമുക്ക് കിട്ടേണ്ട ആൻസർ ഗ്രോസ് ആണ്. പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് അതിനെ ഡിസ്കൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ നെറ്റായിട്ട് പോകും. സോ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്യുമ്പം ABCD എഴുതി കാലിബ്രേറ്റ് ചെയ്യുമ്പം A സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാം. കാരണം അത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നെറ്റ് ആയിരിക്കും. എന്തായിരിക്കത്തില്ല? ഗ്രോസ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇനി A ബാക്കി നോക്കണോ? വേണ്ട, A ബാക്കി നോക്കണ്ട. അപ്പോൾ Aയുടെ കഥ കഴിഞ്ഞു. ഇനി നമുക്ക് B നോക്കാം. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ബി പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂ നെറ്റാണ്. തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? ഇതാ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. തന്നിരിക്കുന്ന വാല്യൂ നെറ്റാണ്. കിട്ടേണ്ട വാല്യൂ ഗ്രോസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് വേണം? നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ എന്നൊരു സംഗതി വേണം. സോ ഫസ്റ്റ് പാർട്ട് ഓക്കെയാണ്. നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ എന്നുള്ള സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. അത് ഓക്കെയാണ്. ഇനി കിട്ടേണ്ട വാല്യൂ ഡൊമസ്റ്റിക് ആണ്. തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? തന്നിരിക്കുന്ന വാല്യൂ നാഷണൽ ആണ്. അങ്ങനാണ് എങ്കിൽ നമുക്ക് എന്ത് വേണം? ഡൊമസ്റ്റിക് കിട്ടണമെന്നുണ്ടെങ്കിൽ നാഷണൽ മൈനസ് NFID എന്നൊരു സ്റ്റെപ്പ് വേണം. അതാ നോക്കേ, നാഷണൽ മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് NFID. നാഷണൽ മൈനസ് NFID ഇവിടെ കിടപ്പുണ്ട്. സോ ആ പാർട്ട് ഓക്കെയാണ്. ഫസ്റ്റ് ടേം ഓക്കെയാണ്, സെക്കൻഡ് ടേം ഓക്കെയാണ്. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ആ രണ്ട് ഇക്വേഷൻ അവിടെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ? മൂന്നാമത്തെ എന്താ? ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി, അല്ലെ മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതാ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ. മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതെന്ത് കിട്ടും? ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പം മൂന്നും അവിടെ കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി സിയും ഡിയും എന്തുകൊണ്ട് തെറ്റാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. സി നോക്കൂ, കിട്ടേണ്ട ആൻസർ ഗ്രോസ് ആണ്. തന്നിരിക്കുന്നത് നെറ്റാണ്. അവിടെ അപ്പം നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഓക്കെയാണ്. സിയിൽ ഫസ്റ്റ് ടൈം ഓക്കെയാണ്. നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ഗ്രോസ് കിട്ടും. കിട്ടേണ്ട ആൻസർ ഡൊമസ്റ്റിക് ആണ്. തന്നിരിക്കുന്നതും ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ കൺവേർഷൻ വേണ്ട. പക്ഷേ ഡൊമസ്റ്റിക് പ്ലസ് NFID എന്ന് വന്നു. ഡൊമസ്റ്റിക്കും NFIDയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്തായി മാറും? നാഷണൽ ആയിട്ട് മാറും. ഓക്കെ, ഈ ഡൊമസ്റ്റിക്കും ഈ NFIDയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം അതെന്തായി മാറും? നാഷണൽ ആയിട്ട് മാറും. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എന്ത് തന്നെ? ഡൊമസ്റ്റിക് എന്നാ. അപ്പോൾ ബേസിക്കലി ഈ ഡൊമസ്റ്റിക്കിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അവിടെ കാണാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആൻസർ നാഷണലായി മാറുന്നത് കൊണ്ട് തന്നെ സി എന്താണ്? സി തെറ്റാണ്. സിയും തെറ്റാണ്. അടുത്ത നോക്കൂ, എന്തുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റായി നോക്കാം. കിട്ടേണ്ട വാല്യൂ ഗ്രോസ് ആണ്. തന്നിരിക്കുന്ന വാല്യൂ ഗ്രോസ് ആണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഗ്രോസ് പ്ലസ് ഡിപ്രീസിയേഷൻ, അങ്ങനെ ഒരു ഇക്വേഷൻ പോലും നിലവിലില്ല. എന്താണ്? ഗ്രോസ് പ്ലസ് ഡിപ്രീസിയേഷൻ എന്നൊരു ആ ഇക്വേഷൻ തന്നെ ഇൻവാലിഡാണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് നെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്ന ഗ്രോസ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണ്. അങ്ങനെ ഒരു ഇക്വേഷനേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഡിയും തെറ്റാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് സോൾവ് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതാണ് അതിൻ്റെ രീതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ഭാഗത്തുനിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 2022 തന്നെ ചോദിച്ച ചോദ്യമാണ്. 127/2022 ചോദ്യം. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കേ, കിട്ടേണ്ട വാല്യൂ എന്താണ്? കിട്ടേണ്ട വാല്യൂ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് നെറ്റിൻ്റെ ഇക്വേഷൻ അറിയണം, നാഷണലിൻ്റെ ഇക്വേഷൻ അറിയണം, ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷൻ അറിയണം. മൂന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നെറ്റിൻ്റെ ഇക്വേഷൻ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. നാഷണലിൻ്റെ ഇക്വേഷൻ ഡൊമസ്റ്റിക് പ്ലസ് NFID ആണ്. ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി, അല്ലെ മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അല്ലേ? ഇതിൽ ഏതൊക്കെ ആവശ്യമുണ്ടോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? തന്നിരിക്കുന്ന വാല്യൂ ഗ്രോസ് ആണ്.
തന്നിരിക്കുന്ന വാല്യൂ നാഷണൽ ആണ്, തന്നിരിക്കുന്ന വാല്യൂ മാർക്കറ്റ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ എന്താവും? ഫസ്റ്റ് ഓപ്ഷൻ എ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ വർക്കൗട്ട് ചെയ്യുമ്പോൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? നമുക്ക് കിട്ടുന്ന ആൻസർ GNP എന്ന് ഡിപ്രീസിയേഷൻ പോയാൽ അതിൻ്റെ നെറ്റ് കൗണ്ടർ പാർട്ടായിട്ടുള്ള NNP അറ്റ് മാർക്കറ്റ് പ്രൈസാണ് കിട്ടുന്നത് അല്ലേ? അതല്ലേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് കിട്ടേണ്ട പക്ഷേ എന്താ? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അല്ലേ? സോ ഓപ്ഷൻ എ എന്ത് ചെയ്യാം? ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ അല്ലല്ലോ ആൻസർ, ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ ബി എന്താണ്? ഫലമില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യാം. ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ, ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗ്രോസ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ പോയിന്റ് നെറ്റ് കൗണ്ടർ പാർട്ടായിട്ടുള്ള NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. സോ ഇതും എന്താണ്? ശരിയാണ്. ഈ ആൻസർ ഇതാണ് ശരി. ഓക്കെ, സോ ആൻസർ കിട്ടിയ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റിയെന്ന് പെട്ടെന്ന് നോക്കാം. ഓപ്ഷൻ സി എന്താ? ഓപ്ഷൻ സി GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് NFIAD. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഗ്രോസിനെ മാറ്റാനുള്ള കൺവേർഷൻ ഒന്നുമില്ല, ഡൊമസ്റ്റിക്കിനെ മാറ്റാനുള്ള കൺവേർഷൻ. ഡൊമസ്റ്റിക് പ്ലസ് NFIAD ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ എന്താവും? GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആവും. തെറ്റാ, കാരണം കിട്ടേണ്ടത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതുകൊണ്ട് സി എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NFIAD, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NFIAD. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ? ഗ്രോസ് മാറ്റാനുള്ള ഡിപ്രീസിയേഷൻ വെച്ചിട്ടുള്ള സംഗതി ഒന്നുമില്ല, അതുകൊണ്ട് ഗ്രോസ് അതുപോലെ തന്നെ നിൽക്കും. ഡൊമസ്റ്റിക് പ്ലസ് NFIAD ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് കിട്ടും. ഇപ്പോൾ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്, നമുക്ക് കിട്ടുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അല്ലേ? അപ്പോൾ ഇതും തെറ്റാണ്. സോ ഇതിൻ്റെ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ എല്ലാവരും ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. നമ്മൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടും റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള ക്വസ്റ്റ്യൻ സോൾവിങ് സെഷൻസ് നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടും. സോ നിങ്ങൾ മെയ് 24 സ്റ്റേജ് 1 എഴുതുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എക്കണോമിക്സിനായിട്ട് പ്രിലിംസിന് അധികം സമയം കളയണ്ട എന്നുള്ളതാണ് അഭിപ്രായം. ഈ നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവിങ് സെഷൻ മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 5-ൽ ഒരു 4 മാർക്ക് അഷ്യൂർഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ സോൾവിങ് അല്ലല്ലോ ചെയ്യുന്നത്. ബേസിക്കലി ക്വസ്റ്റ്യൻ ആൻസർ റിപ്പീറ്റ് ചെയ്യുക പോലും വേണ്ടല്ലോ. കൺസെപ്റ്റ് അറിയാമെങ്കിൽ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. So see you again in another video. Bye. Take care. All the best.